ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 2ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വാർഷിക എക്സാമിന് ഉപകാരപ്പെടുത്താവുന്ന അഹ്കാമു തജ്വീദിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാദാ മദ്രസയിലെ തജ്വീദുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ ലിങ്കൊക്കെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ്? വ അഹ്ദിയക്ക ഇലാ റബ്ബിക്ക. വ അഹ്ദിയക്ക ഇലാ റബ്ബിക്ക എന്നതിലുള്ള ഹംസകൾ എത്രയെന്നാണ്. അപ്പോൾ ഇതിൽ എത്ര ഹംസകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ വ അഹ്ദിയക്ക എന്നിടത്ത് ആ ഒരു ഹംസ, പിന്നെ ഇല എന്നിടത്ത് ഒരു ഹംസ. അപ്പോൾ 2 ഹംസകളാണുള്ളത്. ഇവിടെ കാഫിൻ്റെ ഉള്ളിൽ ഹംസ പോലെ വരുന്നത് ചെറിയ കാഫാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഹംസ അല്ല. അപ്പോൾ അത് 4 എന്നൊക്കെ കുട്ടികൾ എണ്ണി ടിക്കിടരുത്. അപ്പോൾ അത് മനസ്സിലാക്കാം. നമുക്ക് കാഫ്, സാധാ കാഫ് ഇങ്ങനെ എഴുതൂല നമ്മൾ. അത് ഒരു പദത്തിൽ അവസാനിക്കുന്ന സ്ഥലത്ത് ചേർത്തിട്ട് അത് അതേപോലെ അതിൻ്റെ ഉള്ളിലിടും. ലാമിൻ്റെ ഉള്ളിൽ ഈ കാഫ് ചെറുതാക്കിയിടും. അല്ലാതെ ഇത് ഹംസ അല്ല കേട്ടോ. അപ്പം അത് ഓർക്കണം. അടുത്തത് എന്താണ്? യഹ്ഷ എന്നതിൽ ആദ്യത്തെ അക്ഷരം യഹ്ഷ. ഇവിടെ ഹാഇനോട് ചേർന്നിട്ട് മേലേക്ക് വല വരച്ചിട്ടാണ് യാഇൻ്റെ പുള്ളി താഴെട്ടിടുന്നത്. അപ്പോൾ ആദ്യത്തെ അക്ഷരം യാ. ഇതുപോലെ തജിരി, നഹ്നു എന്നതൊക്കെ വരാം. ബാ വരാം. ഒരു പുള്ളിയാണെങ്കിൽ ബാ. മനസ്സിലായില്ല? തജിരിക്ക് താഇന് മേലെയാണ് വരിക. നെഹ്നൂന് നൂന് ഒരു പുള്ളി മേലെയാണ് വരിക. അപ്പം അത് മനസ്സിലാക്കണം. ഇതുപോലെ മജീദുൻ മീമ് വരും ഇതുപോലെ. അപ്പോൾ അതൊക്കെ കുട്ടികൾ തിരിച്ചറിയാൻ കഴിയണം കേട്ടോ. അടുത്തെന്താണ്? ബിൽ ഹുന്നസ്. ബിൽ ഹുന്നസ് എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം. ഉച്ചരിക്കാത്ത അക്ഷരം അവിടുത്തെ ഈ അലിഫാണ്. സ്വാദിൻ്റെ തല പോലുള്ള ഫതഹ് വരുന്ന അലിഫ് ഉച്ചരിക്കൂല. അത് തുടക്കത്തിലാണെങ്കിൽ മാത്രമേ ഉച്ചരിക്കുള്ളൂ. ഇടയിൽ വരുമ്പോൾ ഉച്ചരിക്കൂല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബിൽ ഹുന്നസ് എന്നതിൽ ഉച്ചരിക്കാത്തത് അലിഫാണ്. അത് ടിക്ക് ചെയ്യാം. അടുത്തെന്താണ്? ഹാഫിലുൻ, ദാഫിക്കിൻ, നാസിരിൻ. 3 വാക്കിലുമുള്ള അക്ഷരം. 3ലുള്ള ഒരു അക്ഷരം ഏതാണ് എന്നാണ്. അപ്പോൾ ഇവിടെ 3ലും വന്ന അക്ഷരം ഏതാണ്? അലിഫാണ്. ഇതിൽ ഹേ എന്ന് നീട്ടാൻ വന്നു, ദാ നീട്ടാൻ അലിഫ് വന്നു, നാ നീട്ടാനും അലിഫ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാത്തിലുള്ള ഒരു അക്ഷരമാണ് അലിഫ്. അപ്പോൾ ഹാഇനെ നീട്ടാൻ ഇതിനോട് ചേർന്ന് വന്നു, ദാലിൻ്റെ അടുത്ത് ഇവിടെ വന്നു, പിന്നെ ഇവിടെ നൂനോട് ചേർത്ത് വന്നു. അപ്പോൾ അത് കുട്ടികൾ മദ്ദക്ഷരമായിട്ട് അലിഫ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതെന്താണ്? വ കവാ ഇബ അത്റാബ. വ കവാ ഇബ അത്റാബ എന്നതിലുള്ള അലിഫുകൾ. എന്നതിൽ എത്ര അലിഫുണ്ട് എന്ന്. 1, 2, 3, 4. അത്റാബ എന്ന് പറഞ്ഞിട്ട് അവസാനത്തിൽ നീട്ടാൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് കുട്ടികൾ നീട്ടാൻ വരുന്ന അലിഫ് ഇതുപോലൊക്കെ വരുമ്പോൾ നീട്ടാൻ വരുന്നത് പ്രത്യേകം എണ്ണാൻ പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഇതുപോലെ എന്തായാലും വരും ഒരു വേർഡ്സ് വന്നിട്ട് അതിലുള്ള അലിഫ്, അതിലുള്ള ലാമ്, റാ. അപ്പോൾ അലിഫാണ് കുട്ടികൾക്ക് എപ്പോഴും തെറ്റുക. അങ്ങനെ ചേർത്ത് എഴുതാൻ വരുന്ന സ്ഥലത്ത് കുട്ടികൾ ശ്രദ്ധിക്കാതെ ഈ ഒറ്റക്ക് നിൽക്കുന്നത് മാത്രം എഴുതും. മനസ്സിലായില്ല? അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവസാനത്തിൽ പിന്നെ ഇതേപോലെ ഇടയിൽ നാ നീട്ടാൻ, ഹേ നീട്ടാൻ, അങ്ങനെയൊക്കെ മാ നീട്ടാനൊക്കെ വരും. അപ്പോൾ അത് അലിഫ് അതിനോട് ചേർന്ന് വരുന്ന ഒരക്ഷരം ആവുമ്പോൾ അത് നമുക്ക് എണ്ണണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നത് എത്രയാണ്? 4 അലിഫ്. 4 എന്നത് ടിക്ക് ചെയ്യാം. അടുത്തതോ? ലിനുഹ്രിജ ബിഹി. ലിനുഹ്രിജ ബിഹി ഹബ്ബൻ എന്നതിൽ നീട്ടി ഓതണം. ഇവിടെ ഏത് അക്ഷരത്തെയാണ് നീട്ടി ഓതിയത് എന്ന്. അപ്പോൾ ബിഹി എന്നതിലെ ഹാഇനെയാണ്. യാ സ്വൈർ ഉണ്ടല്ലേ അവിടെ ചെറിയ യാ. അപ്പോൾ ബിഹി എന്നതിലെ ഹാഇനെയാണ് നീട്ടി ഓതിയത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ ചെറിയ വാവ് വരാം അല്ലേ? ചെറിയ അലിഫ് വരാം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തതെന്താണ്? അഹ്റജ ലുഹാഹ എന്നതിൽ ഇല്ലാത്ത അക്ഷരം. അഹ്റജ ലുഹാഹ എന്നതിൽ ഇല്ലാത്തത് ഹ ഉണ്ട് അല്ലേ? ഈ ഹ ഉണ്ട്, അയിനില്ല. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ
ഇവിടെ ഓപ്ഷനിൽ ആദ്യത്തെ അക്ഷരം നോക്കുക, ഹ. അത് അതിലുണ്ടോ നോക്കുക. അതിലുണ്ട്. ഹ ഹ അപ്പം അതും അതിലുണ്ട് അല്ലേ. പിന്നെ അയിനില്ല. അങ്ങനെ തിരഞ്ഞു പോകണം കേട്ടോ. അടുത്തത് എന്താണ്? മിർറഹീക്കിൻ മഖ്തൂം. ഇതിൽ മണിച്ചു ഓതണം. ഏതക്ഷരത്തെയാണ് നമ്മൾ മണിച്ചോതേണ്ടത്? ഷദ്ദുള്ള നൂനിനെയും ഷദ്ദുള്ള മീമിനെയുമാണ് നമ്മൾ മണിച്ചോതേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ മണിച്ചോതേണ്ട അക്ഷരം ഷദ്ദുള്ള മീമിനെ എന്നത് നമുക്കിവിടെ ടിക്ക് ചെയ്യാം. ഇവിടെ ഷദ്ദുള്ള റാ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മീമ് ഞാൻ നേരത്തെ പറഞ്ഞു അതിലൂടെ ചേർത്ത് എഴുതുന്നത് മഖ്തൂം എന്നതിൽ. അപ്പോൾ ഇവിടെ മീമ് കുട്ടികൾ മറന്ന് കാണാതെ പോകരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ഷദ്ദുള്ള മീമിനെയാണ് മണിച്ചോതേണ്ടത്. അടുത്തെന്താണ്? ആദ്യത്തെ അക്ഷരം യാ ഉള്ള വാക്ക്. ഓപ്ഷനിൽ ആദ്യത്തെ അക്ഷരം യാ കൊണ്ട് തുടങ്ങുന്നത് യസീറ എന്നതാണ്. ഇവിടെ സൈറ ഇടയിലാണ്, ബസീറ എന്നുള്ളത് ഇടയിലാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ അക്ഷരമായിട്ട് യസീറ. ഇതൊക്കെ ചോദ്യം വരും, പക്ഷേ വാക്കുകളൊക്കെ വ്യത്യാസം വരുള്ളൂ. അങ്ങനെയാണ് ഇവർക്ക് ചോദ്യം വരിക. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. അടുത്തെന്താണ്? ലാ യസ്ജുദൂന എന്നതിലുള്ള അക്ഷരങ്ങൾ എത്ര അക്ഷരം ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ എണ്ണണം. ലാ എന്നത് എത്ര അക്ഷരം ഉണ്ട്? ലാമു അലിഫു ആണ്. അപ്പോൾ 2, യാ 3, സീന് 4, ജീം 5, ദാല് 6, വാവ് 7, നൂന് 8. അപ്പോൾ 8 അക്ഷരങ്ങളുണ്ട് എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യണം. അപ്പോൾ അതുപോലെ നീട്ടാൻ വരുന്ന ലാമലിഫും അതുപോലെ ഇവിടെ വാവ് മദ്ദക്ഷരമായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. അലിഫായിട്ട് ചേർന്ന് വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കാതെ എണ്ണി പോകരുത്, ശ്രദ്ധിച്ച് പറഞ്ഞു കൊടുക്കട്ടെ എല്ലാവരും. ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ്. ഇവിടെ എന്താണ്? ലോദുള്ള വാക്ക്. ലോദ് അല്ലേ, പുള്ളിയുള്ള ലോദ് വേണം. സോദല്ല, ലോദുള്ള വാക്കാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ലൊരീഹ് എന്നത്. അപ്പോൾ അതിൻ്റെ ബി എഴുതി കൊടുക്കുക. അടുത്തതാ ലോ ഉള്ള വാക്ക്. തോ അല്ല, ലോ ആണ്, പുള്ളിയുണ്ട്. അപ്പോൾ ലോ വരുന്നത് ലുഹുറുൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഈ നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ ഹ ഉള്ള വാക്ക്. ഹ ഏതാണ്? മുഹമ്മദുൻ. ഓപ്ഷൻ എ. അടുത്തതാ ഐനുള്ള വാക്ക്. ഐന് പുള്ളിയുള്ള ഐനാണ് കേട്ടോ. എന്താ? മസ് അബ. അപ്പം അതിൻ്റെ സി. അടുത്തതാ തോ ഉള്ള വാക്ക്. തൊയ്യർ. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വരും. ഇനി ഇടയിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഐന് ഇടയിൽ വരുമ്പോൾ ചേർത്ത് എഴുതുന്ന ഐന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ദാല് ചേർത്ത് എഴുതുമ്പോൾ ഉള്ളത് ഒക്കെ നമുക്ക് ഇങ്ങനെ എഴുതുന്ന പോലെയല്ല, അക്ഷരങ്ങളുടെ കൂടെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു തിരിച്ചറിയാൻ കഴിയണം കേട്ടോ. അടുത്തെന്താണ്? ഉലായിക്ക എന്നതിൽ ഡാഷിനെ ഉച്ചരിക്കരുത്. ഈ വാവാണ്, സുക്കൂനുള്ള വാവ്. അതിനെ ഉച്ചരിക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ വാവ് എന്ന് എഴുതി കൊടുത്താൽ മതി. മനസ്സിലായില്ല? ഉലായിക്ക എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷര വാവ്. ഇത് എല്ലാ എക്സാമിനും വരുന്ന ചോദ്യമാണ്, മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഇന്നഹു ലൊന്ന എന്നതിൽ ഡാഷിനെ നീട്ടി ഓതണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വാവ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഹ ഇനെ എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. ഹ ഇനെ നീട്ടി ഓതണം. അടുത്തതാ? അപ്പോൾ ഈ ഹ എന്ന് ഇങ്ങനെ എഴുതാം. നമുക്ക് ഇതുപോലെ അക്ഷരങ്ങൾ ഹ ഇനെ, ജീമിനെ, ലാമിനെ, അലിഫ്, ഫ, കാഫ് ഇങ്ങനെയൊക്കെ എഴുതാം. അല്ലെങ്കിൽ അക്ഷരാക്കിയിട്ടും എഴുതാം. മനസ്സിലായില്ല? അപ്പോൾ അത് കുട്ടികൾക്ക് എളുപ്പം ഏതാണെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുക അവരോട് കേട്ടോ. നെക്സ്റ്റ് ജന്നാത്തുൻ എന്നതിൽ ഡാഷിനെ മണിച്ചോദണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഷദ്ദുള്ള നൂനിനും മീമിനെയാണ് മണിച്ചോദേണ്ടത്. അപ്പോൾ ഷദ്ദുള്ള നൂനിനെ മണിച്ചോദം. അപ്പം നമുക്കിവിടെ എന്നതിൽ എന്തിനെയാണ് മണിച്ചോദേണ്ടത് വെച്ചാൽ നൂനിനെയാണ് മണിച്ചോദേണ്ടത്. അടുത്തതാ വദക്കറസ്മ എന്നതിൽ ഡാഷിനെ ഉച്ചരിക്കരുത്. ഏതാണ്? അലിഫ്. ഇതും നമുക്ക് അലിഫ് എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞതുപോലെ അലിഫ് എന്ന് അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം. അടുത്തെന്താണ്? യാ ലൈത്തനി എന്നതിൽ എത്ര യാവുകളുണ്ട്? യാ ലൈത്തനി എന്നതിൽ 1, 2,
മൂന്ന് യാകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 3 എന്നിങ്ങനെ എഴുതാം. ഇനി നമ്പേഴ്സ് ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അടുത്തത് എന്താണ്? ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം. എന്താണ്? ബിആദ് എന്നതിലെ രണ്ടാമത്തെ അക്ഷരം ബിആദ്. ഇത് അതിന് കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കണം. എന്തായാലും ചോദ്യം വരുന്നതാണ്. പുള്ളിയുള്ള ഐനും മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അയിനെന്ന് അക്ഷരങ്ങൾ ഇങ്ങനെ അക്ഷരാക്കിയിട്ട് പോയി എഴുതിയാൽ മതി. അയിന് എന്നത്. അടുത്തതാ വക്ക സന്ദിഹാക്ക. ഇതിൽ എത്ര അലിഫുകളുണ്ട്? അലിഫ് 1 2 3 4 അലിഫുകൾ. ഈ രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുക. എത്ര അലിഫുണ്ട്, എത്ര യാ ഉണ്ട്, അങ്ങനെ ചോദിക്കും. അപ്പോൾ അവർക്ക് അക്ഷരങ്ങൾ മനസ്സിലാക്കി എണ്ണാൻ കഴിഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ അലിഫ് ഇതിനോട് ചേർന്ന് നീട്ടാൻ വന്ന് ഇവിടെ വന്നു, ഇവിടെ നീട്ടാൻ വന്നു. അപ്പോൾ ഇവിടെ 4 അലിഫുകളുണ്ട്. 4 എന്നത് ഇങ്ങനെ എഴുതാം, നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതാം. അറബിയിൽ 4 എന്നിങ്ങനെ എഴുതാം. ഓക്കെ. അടുത്ത എന്താണ്? ലഫി ജഹീം എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഇതിൽ ടോട്ടൽ എത്ര അക്ഷരങ്ങൾ? ലാം 1, ഫ 2, യാ 3, ജീം 4, ഹ 5, യാ 6, മീം 7. അപ്പോൾ 7 അക്ഷരങ്ങളുണ്ട്. 7 അക്ഷരങ്ങളുണ്ട്. 7 മനസ്സിലാക്കാം കേട്ടോ. ഇനി എന്താണ്? ശബ്ദുള്ളപ്പോൾ മണിച്ച് ഓതേണ്ട 2 അക്ഷരങ്ങൾ. ശബ്ദുള്ളപ്പോൾ മണിച്ച് ഓതേണ്ട 2 അക്ഷരങ്ങൾ മീമും നൂനുമാണ്. അടുത്തത് യുഹ്സിറൂന എന്നതിലെ രണ്ടാമത്തെ അക്ഷരം ഞാൻ പറഞ്ഞു നേരത്തെ ട്ടാ. യാ ആണ് ഇവിടെ വന്നത് ഫസ്റ്റ്, ഇതിനോട് ചേർത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഹ ജീം ഹ ഇങ്ങനെ 3 അക്ഷരങ്ങളാണ് അധികവും ഇങ്ങനെ വരാറ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെ പുള്ളിയുള്ള ഹ ആണ് നമുക്ക് രണ്ടാമത്തെ അക്ഷരമായിട്ട് വന്നത്. കുട്ടികൾ ഹ ഇങ്ങനെ എടുത്ത് എഴുതണം. രണ്ടാമത്തെ അക്ഷരം ഏതാണെന്ന് വെച്ചാൽ ഹ. അടുത്തത് എന്താണ്? ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഇലാ അഹ്ലിഹി മസ്റൂറ. ഇതിൽ ചെറിയ യാ കൊടുത്തത് എന്തിനാണ്? ഇവിടെ എന്തിനാണ് ചെറിയ യാ കൊടുത്തത്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹായിനെ നീട്ടി ഓതണം നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അതുപോലെ ഹായിനെ നീട്ടി ഓതണം എന്നതാണ് അവിടെ ചെറിയ യാ കൊടുത്തത്. അപ്പോൾ ഇവിടെ കുട്ടികൾ എന്താണ്? നീട്ടി ഓതണം എന്നതും മണിച്ചോദനം എന്നതൊക്കെ എഴുതാൻ പഠിക്കണം. മനസ്സിലായില്ലേ? അതുപോലെ ഉച്ചരിക്കരുത് എന്നൊക്കെ അവർ എഴുതാൻ പഠിക്കണം. അപ്പോഴാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇലാ അഹ്ലിഹി എന്നതിൽ ചെറിയ ആ കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഹായിനെ നീട്ടി ഓതാനാണ്. എന്ന് എഴുതാം. അടുത്തതാ വറാഇഹിം എന്നതിലുള്ള റായിന് ശേഷം, അതായത് ഈ അലിഫിൻ്റെ മുകളിൽ ഈ മദ് കൊടുത്തത് എന്തിനാണ് എന്നാണ്. മദ് കൊടുത്തത് എന്താണ്? റായിനെ കൂടുതൽ നീട്ടാനാണ്. നീട്ടണം. ഇവിടെ യാ സൊയ്റയും വാവു സൊയ്റയൊക്കെ കഴിയുമ്പോൾ നോർമലായിട്ട് നീട്ടിയാൽ മതി. അപ്പോൾ അതിനേക്കാളും കൂടുതൽ നീട്ടാനാണ് ഈ മദ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ റായിനെ കൂടുതൽ നീട്ടണം എന്നത് നമുക്കവിടെ എഴുതണം. അടുത്തെന്താണ്? വൽ ജിബാല. ഇതിൽ അലിഫിന് മുകളിൽ, വസ്ലിൻ്റെ അലിഫിന് മുകളിൽ ഈ സോദ് പോലുള്ള ചിഹ്നല ഫത്തഹാക്ക് പകരം കൊടുക്കുന്നത് എന്തിനാണ് എന്നാണ്. എന്തിനാണ് വൽ ജിബാല എന്നതിൽ കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ വസ്ലിൻ്റെ അലിഫിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതിയാൽ മതി. വസ്ലിൻ്റെ അലിഫിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അലിഫുകൾ ഇടയിൽ വന്നാൽ ഉച്ചരിക്കരുത് എന്നും എഴുതാം. അടുത്ത എന്താണ്? ഇന്നഹു കാന. ഇതിൽ ഹായിനു ശേഷം ചെറിയ വാവ് കൊടുത്തത് എന്തിന്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഹായിനെ നീട്ടണം എന്ന് സൂചിപ്പിക്കുന്നു. ഹായിനെ നീട്ടണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹായിനെ നീട്ടി ഓതാനാണ് വാവ് കൊടുത്തത്. അങ്ങനൊക്കെ എഴുതാട്ടാ. കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് അവിടെ നോക്കുക. അടുത്തത് ലാ യംലിക്കൂന എന്നതിലുള്ള 8 അക്ഷരങ്ങൾ ക്രമത്തിലാക്കി എഴുതണം. അപ്പോൾ നമുക്ക് മദ്ദക്ഷരം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ലാമും അലിഫുമാണ്. അപ്പോൾ ലാമ് ഇതിൽ, അലിഫ് ഇതിൽ, യാ ഇതിൽ, മീം ഇതിൽ, പിന്നെ ലാമ്
പിന്നെ കാഫ്, പിന്നെ വാവ്, പിന്നെ നൂന്. അങ്ങനെ അക്ഷരങ്ങൾ എഴുതാം. ഹർക്കത്തുകൾ ഇടണം നിർബന്ധമില്ല. അപ്പോൾ അത് അക്ഷരങ്ങൾ ഇങ്ങനെ വേർതിരിച്ചാൽ മതി. അപ്പോൾ മദ്ദക്ഷരം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അലിഫ് വരുന്നതാണ് കുട്ടികൾ. വാവ് പിന്നെയും നമുക്ക് അവിടെ ഒരു അക്ഷരമായിട്ട് കാണാം, യാ ഒക്കെ. അലിഫ് ചേർത്ത് എഴുതി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നഹു കാന എന്നതിൽ ഈ ഹാഇനെ നീട്ടാൻ വന്ന വാവിനെ ഇവിടെ ഒരു വാവാക്കി എഴുതിക്കുകയാണെങ്കിൽ അവസാനത്തെ അക്ഷരമായ നൂനിന് ഇതേപോലെ എഴുതാൻ ബോക്സ് തികയൂല. അപ്പോൾ ഈ ചെറിയ വാവിനെയും ചെറിയ ഉള്ളൊരു പദമാണ് നമുക്കിവിടെ തന്നതെന്നെങ്കിൽ അതിലെ ചെറിയ അക്ഷരത്തെ എഴുതരുത്. ഈ കാഫ് നീട്ടാൻ വരുന്നതും മീമ് നീട്ടാൻ വരുന്നത് ബാ ഇങ്ങനെയൊക്കെ ജിബാലു എന്നൊക്കെ വരുമ്പോൾ നീട്ടാൻ വരുമ്പോൾ ബാഇനോടൊക്കെ ചേർന്ന് അലിഫ് വരുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ അവസാനത്തിൽ മസ്റൂറ നമുക്ക് ഇങ്ങനെ വേർതിരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ കസ ദിഹ കാ വരുമ്പോൾ കലിഫ് കണ്ടില്ല അവസാനത്തിൽ. അതൊക്കെയാണ് കുട്ടികൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവുക. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി പറഞ്ഞിട്ട്. അല്ല തജ്വീദ് കാണാതെ പഠിക്കാനുള്ളതില്ല. എഴുതാൻ പഠിക്കാനുള്ളത് മണിച്ച് ഓതണം, നീട്ടി ഓതണം, കൂടുതൽ നീട്ടണം, ഉച്ചരിക്കരുത് എന്നൊക്കെ കുട്ടികളൊന്ന് എഴുതാൻ പഠിക്കണം. അത് വൺ വേർഡ് ചോദ്യങ്ങളായിട്ട് എഴുതാൻ വരും, ഇതുപോലെ എഴുതാൻ വരും. അപ്പോൾ ഒക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇത്രയാണ് അഹ്കാമു തജ്വീദിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.